Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 12ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂളുകളാണ്. ഇവിടെ മോഡിഫൈ ടാബിനകത്ത് ഇവിടെ ഡ്രോയ്ക്കുള്ളിലായിട്ട് കുറച്ച് ടൂളുകളുണ്ട്. ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ലൈനിനെ വരയ്ക്കുകയും അല്ലെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ലൈൻ വേണമെങ്കിൽ അതിനെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മോഡിഫൈ ടാബിനകത്തുള്ള ഈ ടൂളുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് റിവിറ്റിനകത്ത് നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടുള്ള സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടൂൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കിടെക്ചറിനുള്ളിൽ മോഡൽ ലൈനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അത്തരം ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആർക്കിടെക്ചറിനുള്ളിൽ മോഡൽ ലൈനുള്ളിൽ ഇവിടെ കുറച്ച് ടൂളുകൾ തന്നിട്ടുണ്ട്. ഈ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ടെംപ്ലേറ്റിനകത്ത് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കിടെക്ചർ എടുത്തു, ഇവിടെ ഒരു വോൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതൊരു വോളാണ്. ഇതിന്റെ 3D നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതൊരു സിംഗിൾ വോളാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. തിരിച്ചും ലെവലിലേക്ക് വന്നു, ലെവൽ 1ലേക്ക് വന്നു. നമുക്കറിയാം ഒരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്ക് ഈ വോളിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതായത് ആർക്ക് രീതിയിൽ, അതുപോലെ തന്നെ സ്ക്വയർ രീതിയിൽ, അതല്ലെങ്കിൽ പല രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു ടൂളുകളാണ് ആർക്കിടെക്ചറിനകത്ത് മോഡൽ ലൈനുള്ളിൽ ഇവിടെ ഈ തന്നിരിക്കുന്ന ടൂളുകൾ. അപ്പോൾ ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു വർക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടിയിട്ട് ആദ്യം യൂസ് ചെയ്യുന്നതാണ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഇതുപോലൊരു നേർരേഖയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു വോള് സെലക്ട് ചെയ്യുകയാണ്. വോള് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പം ചരിച്ചു വേണമെങ്കിലും വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും. പക്ഷെ അത് ഒരു നേർരേഖയിലായിരിക്കും വരയ്ക്കാൻ കഴിയുന്നത്. ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഇവിടെ വേറൊരു ടൂൾ തന്നിട്ടുണ്ട്, റെക്ടാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ വരച്ച് എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, വ്യൂക്കകത്ത് പോയിട്ട് 3D വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടൂൾ ഇവിടെ തന്നിട്ടുണ്ട്, പോളിഗൺ. 2 ടൈപ്പ് പോളിഗൺ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 2 ടൈപ്പ് നമുക്ക് നോക്കാം. അതിലൊന്നെന്ന് പറയുന്നത് ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ എന്നാണ്. അപ്പോൾ ആദ്യം ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഒരു പോളിഗൺ വരച്ചു പോകാം. ഓക്കെ, ഇതുപോലെ നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ 6 വശങ്ങളുള്ള അല്ലെങ്കിൽ 6 മുഖങ്ങളുള്ള ഒരു പോളിഗൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വരയ്ക്കപ്പം കണ്ടോ, ഇതിനകത്തൊരു സർക്കിളിനുള്ളിലായിട്ടാണ് ഈ ഒരു പോളിഗൺ വന്നിരിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോളിഗണിന്റെ വശങ്ങൾ കൂട്ടി കൊടുക്കാം. ഇപ്പം 6 എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു 5 ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 8 ആക്കി കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ 9 വശങ്ങളുള്ള ഒരു പോളിഗണാണ് വരയ്ക്കാൻ പോകണം. ഓക്കെ, 9 വശങ്ങളുള്ള പോളിഗൺ വരയ്ക്കുമ്പോൾ ഇതുപോലെ വരും. 9 വശങ്ങളുള്ള പോളിഗൺ ഒരു സർക്കിളിനുള്ളിലായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പോളിഗൺ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് എനേബിൾ ആയിട്ട് വരും. അതായത് നമുക്ക് ലെവല് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഏത് ലെവലിൽ നിന്നാണ് വരയ്ക്കേണ്ടതെന്നുള്ള സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എത്ര സൈഡ് വേണം അല്ലെങ്കിൽ എത്ര വശങ്ങൾ വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ ഓഫ്സെറ്റ് കൊടുക്കാനായിട്ട് കഴിയും. അതായത് ഈ ലെവൽ 1 നിന്ന് എത്ര ഉയരത്തിലാണ് ഈ ഒരു പോളിഗൺ വരേണ്ടത് എന്നുള്ളൊരു ഓഫ്സെറ്റ് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ സെലക്ട് ചെയ്തു. ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 10,000 റേഡിയസിൽ വരുന്ന ഒരു സർക്കിളാണ്. ഈ സർക്കിളിനുള്ളിലായിട്ടാണ് ഈ ഒരു പോളിഗൺ വരുന്നത്. 9 വശങ്ങളുള്ള ഒരു പോളിഗൺ 10,000 റേഡിയസ് ഉള്ള ഒരു സർക്കിളിനുള്ളിലായിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ നമുക്ക് ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു റേഡിയസിനുള്ളിലായിട്ട് ഈ ഒരു പോളിഗൺ നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകും. ആ സമയത്ത് ഈ റേഡിയസ് നമുക്ക് എനേബിൾ ചെയ്തിട്ട് റേഡിയസ് എത്രയാണുള്ളത് കൊടുത്തുകൊണ്ട് നമുക്ക് വരയ്ക്കാനായിട്ടൊക്കെ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത് ഇവിടെ തന്നിരിക്കുന്ന ഒരു പോളിഗൺ ആണ് സർക്കംസ്ക്രൈബ്ഡ് പോളിഗൺ. ഈ സർക്കംസ്ക്രൈബ്ഡ് പോളിഗൺ എങ്ങനെയാണ് വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ശേഷം നേരത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ ലെവൽ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എത്ര വശങ്ങളുണ്ട്, എത്ര സൈഡുകളുണ്ടെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഓഫ്സെറ്റ് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ റേഡിയസ് കൊടുത്തുകൊണ്ട് നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും. ഇവിടെ ഉള്ള ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതിവിടെ വരയ്ക്കാൻ നേരത്ത് ഒരു സർക്കിളിന്റെ പുറത്തായിട്ടാണ് ഈ ഒരു പോളിഗൺ വന്നിരിക്കുന്നത്. വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഈ ഒരു സർക്കിളിനുള്ളിലാണ് എങ്കിൽ ഇവിടെ സർക്കിളിന് പുറത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വൃത്താകൃതിയിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയും. ഇതിപ്പോൾ മോഡൽ ലൈനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ ഉള്ള ഒരു ടൂളാണ് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആർക്ക്. ഈ ഒരു ടൂളിന്റെ ഉപയോഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ടൂൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആർക്ക് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ലെവൽ കൊടുക്കാനായിട്ട് കഴിയും. ഏത് ലെവലിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്, ലെവൽ 1 ആണോ ലെവൽ 2 ആണോ അത് കൊടുക്കാനായിട്ട് കഴിയും.
അത് കഴിഞ്ഞ് ഇവിടെ ചെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അൺടിക്ക് ചെയ്തുകൊണ്ട് വരച്ചു നോക്കാം. പിന്നെ ഓഫ്സെറ്റ് കൊടുക്കാനായിട്ട് കഴിയും, റേഡിയസ് കൊടുക്കാനായിട്ട് കഴിയും. ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു എൻഡിങ് പോയിന്റ്, ഒരു നമുക്കിവിടെ മെഷർമെന്റ് കൊടുക്കാൻ കഴിയും. 5000 mm ഡിസ്റ്റൻസിൽ ഒരു എൻഡിങ് പോയിന്റും കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ആവും. സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു ആർക്ക് ഇവിടെ വരച്ചെടുക്കാനായിട്ട് കഴിയും. ഈ ആർക്കിന്റെ റേഡിയസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. റേഡിയസ് ഒക്കെ നമുക്ക് ചേഞ്ച് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, റേഡിയസ് വേണമെങ്കിൽ നമുക്കൊരു 3000 റേഡിയസ് എന്നുള്ളത് കൊടുക്കാം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 3000 റേഡിയസിൽ അത് സെലക്ട് ആവും. അതിനുശേഷം അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്ക് സെറ്റ് ആയി വരും. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇവിടെ ചെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, ഒരു എൻഡിങ് പോയിന്റ് കൊടുത്തു, ഒരു നിശ്ചിത റേഡിയസിലുള്ള ഒരു ആർക്ക് കൂടെ വരച്ചു. അത് വരച്ചു കഴിഞ്ഞാൽ എൻഡിങ് പോയിന്റ് തന്നെ അടുത്ത ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. അത് കഴിഞ്ഞാൽ ചെയിൻ ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതേ രീതിയിൽ വേണമെങ്കിൽ ആർക്ക് വരയ്ക്കാൻ, വേണമെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എത്ര റേഡിയസിലാണോ ആർക്ക് വരയ്ക്കേണ്ടത്, ഒരു 10000 തന്നെ കൊടുത്തു, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, ഒരു എൻഡിങ് പോയിന്റ് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റേഡിയസിലുള്ള ആർക്ക് അവിടെ വരും. അപ്പൊ ഇങ്ങനെ വരയ്ക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ റേഡിയസ് അല്പം കുറച്ച് കൊടുക്കാം, ഒരു 4000 ആക്കി കൊടുക്കാം. ഒരു 4000 റേഡിയസിലുള്ള ഒരു ആർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് താഴോട്ടോ മേളിലോട്ടോ ഒക്കെ ആക്കി കൊടുക്കാനായിട്ട് കഴിയും. മൗസ് മേളിലേക്ക് കൊണ്ടുപോയാൽ മേളിലത് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ടൂളാണ് സെന്റർ എൻഡ് ആർക്ക്. ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഓഫ്സെറ്റും ലെവലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും, റേഡിയസ് ഒക്കെ കൊടുക്കാനായിട്ട് കഴിയും. ഇവിടെ നമുക്കൊരു സർക്കിളിന്റെ പകുതിയായിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അത് ഒരു ആർക്ക് രീതിയിൽ വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തതിന് ശേഷം പോയിന്റ് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒരു സർക്കിൾ ഇവിടെ വരും. സർക്കിൾ വന്ന ശേഷം ഇത് എത്ര റേഡിയസിലാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ലെങ്തിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. മാനുവലായിട്ട് തന്നെ കൊടുക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു 5000 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, എൻട്രി കൊടുത്തു. എൻട്രി കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണോ വരയ്ക്കേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് കഴിയും. ഇപ്പൊ പകുതി മതിയെങ്കിൽ പകുതിയിൽ കൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, അതല്ല ഇനിയിപ്പോൾ നമുക്കിത് മൊത്തത്തിൽ വേണമെങ്കിൽ ഇങ്ങനെയും വരച്ചെടുക്കാനായിട്ട് കഴിയും. ഈ മൗസ് താഴോട്ടോ മേളിലോട്ടോ പോകുന്നതനുസരിച്ചിട്ട് ഇത് ആർക്കും അതുപോലെ താഴേക്കും മേളിലോട്ടേക്കും മാറും. നമുക്ക് ഇത്ര മതിയെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇപ്പം 5600 റേഡിയസിലാണ് ഈ ഒരു ആർക്ക് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരു ടൂളാണ് ടാൻജന്റ് എൻഡ് ആർക്ക്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് വർക്ക് ചെയ്യാൻ നേരത്തെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് കഴിയും. റേഡിയസ് കൊടുക്കാനായിട്ട് കഴിയും, ചെയിനായിട്ട് വേണമെങ്കിൽ ചെയിനായിട്ട് കൊടുക്കാൻ കഴിയും, ലെവൽ സെറ്റ് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇത് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു എൻഡ് പോയിന്റ് വേണം. അപ്പം ഏതെങ്കിലും ഒരു വോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻഡിൽ നിന്നാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്, ഡ്രോയിങ് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു മോഡൽ ലൈൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ആർക്കായിട്ട് വരച്ചെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതുപോലെ നമുക്ക് വരച്ച് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്, ഇത് നമുക്ക് ഒരു സർക്കിളായിട്ട് വേണമെങ്കിലും വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ബെൻഡായിട്ടൊക്കെ വരച്ചെടുക്കണമെങ്കിൽ അതും പോസിബിൾ ആണ്. ഇങ്ങനെ നമുക്ക് വരച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഉപയോഗം. ഇതൊക്കെ നമുക്ക് ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയൊക്കെ വരച്ചെടുക്കാനായിട്ടുള്ള പല ഷേപ്പിൽ നമുക്ക് ബൗണ്ടറികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ഷേപ്പിൽ നമുക്ക് കേബിളുകൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതുപോലെ ഉള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാവുന്നതാണ്. അടുത്തായിട്ട് പിന്നെയുള്ള ഒരു ടൂളാണ് ഫിൽ ആൻഡ് ആർക്ക്. ഫിൽ ആൻഡ് ആർക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ മോഡൽ ലൈനിൽ ഒരു റെക്ടാംഗുലർ വരയ്ക്കുകയാണ്. ഓക്കെ, റെക്ടാംഗുലർ വരച്ചതിന് ശേഷം എനിക്ക് ഈ സ്ക്വയറിന്റെ എൻഡ് റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഒരു സ്ക്വയർ ടൈപ്പ് 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഇതിനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് മോഡൽ ലൈനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിൽ ആൻഡ് ആർക്ക്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം 2 പോയിന്റ് കാണിച്ചു കൊടുക്കണം. എനിക്ക് ഈ പോയിന്റുമാണ് ഷേപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട റേഡിയസിൽ ഈ ഒരു എൻഡ് നമുക്ക് ഷേപ്പ് എടുക്കാനായിട്ട് കഴിയും. ഇവിടെ കൊണ്ട് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ട്രിം ആയി പോയി ഈ ഒരു ഭാഗം മാത്രം ഷേപ്പായ രീതിയിൽ വന്നു. എനിക്ക് 2 എൻഡ് കാണിച്ചു കൊടുക്കണം. 2 എൻഡ് കാണിച്ച ശേഷം റേഡിയസ് എത്രയാണെന്നുള്ളത് കാണിച്ചും കൊടുക്കണം. ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഷേപ്പ് എടുക്കാനായിട്ടൊക്കെ കഴിയും. ഓക്കെ, അടുത്തതായിട്ടുള്ള ഒരു ടൂളാണ് സ്പ്ലിൻ ലൈൻ. സ്പ്ലിൻ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ ടൂള് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ എനിക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുപോകണം എങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പല ഷേപ്പിലായിട്ട് നമുക്കിങ്ങനെ ഇവിടെ ഒട്ടിഞ്ഞല്ല വന്നിരിക്കുന്നത്, ഒരു ബെൻഡായിട്ടാണ് ഈ ഒരു ലൈൻ പോയിരിക്കുന്നത്. അങ്ങനെ ബെൻഡായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഈ ഒടിവ് കാണിച്ചിരുന്നുണ്ട്, വേറൊരു ലൈനായിട്ട് ഇതിൽ എന്നുള്ളത് കാണിച്ചിരുന്നുണ്ട്. പക്ഷെ ഇതൊരു ഒടിവായിട്ട് വരില്ല. അതാണ് ഈ ഒരു ടൂളിന്റെ ഉപയോഗം. ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗങ്ങൾ വരും. പിന്നെ ഉള്ളൊരു ടൂളാണ് എലിപ്സ്. എലിപ്സ് വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് വെച്ചാൽ ഇതുപോലെ നമുക്ക് പല രീതിയിലും വരച്ചു കൊടുക്കാനായിട്ട്. ആദ്യം ഒരു
സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കണം, പിന്നെ ഒരു എൻഡിങ് പോയിന്റ് കാണിച്ചു കൊടുക്കണം. അത് വെച്ചിട്ട് പിന്നെ എത്ര റേഡിയസിലാണ് ഏത് ഷേപ്പിലാണെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ട് ആ ഒരു ഷേപ്പിന് ഒരു എലിപ്സ് രീതിയിൽ ഡ്രോയിങ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാർഷ്യൽ എലിപ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയാണ്. അതായത് നമുക്ക് ഇതുപോലെ കൊടുക്കാനായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് കൊടുത്തുകൊണ്ട് എത്ര റേഡിയസിലാണ് വേണ്ടത് ആ രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇങ്ങോട്ട് ഓടിച്ചിട്ട് ഇത് വേണമെങ്കിൽ താഴേക്ക് കൊണ്ടുവന്നാൽ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇതൊരു എലമെന്റ് അല്ല, 2 എലമെന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിക് ലൈൻ ആണ്. പിക് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓഫ്സെറ്റ് കൊടുക്കാനായിട്ട് കഴിയും. ഇവിടെ ഇപ്പോൾ ഒരു 200 ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഈ ഒരു എക്സാമ്പിൾ ഇത് നോക്കാം, ഇതിന്റെ അകത്തേക്കൊരു 200 ഓഫ്സെറ്റിൽ ഒരു സെയിം ഒരു ഒബ്ജക്റ്റ് വേണം. അതെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട്. അതിൻ്റെ പുറത്തേക്കാണെങ്കിൽ മൗസ് അല്പം ഒന്ന് മൂവ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തോട്ട് വരും. ഇതിന്റെ അകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, മൗസ് ജസ്റ്റ് ഇങ്ങനെ മൂവ് എടുത്താൽ മതി, അപ്പോൾ അകത്തോട്ടോ പുറത്തോട്ടൊക്കെ വരും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോഡൽ ലൈനകത്തുള്ള ചില ടൂളുകൾ. ഓക്കെ.